പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷന്റെ പ്രസാദ് പ്രതിനിധി ചേരുന്നുണ്ട്. നമസ്കാരം സർ. ഇതിപ്പോൾ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് 4ാമത്തെ തവണയാണ് ഇങ്ങനെ വില വർദ്ധിപ്പിക്കുന്നത്. ഇതിപ്പോൾ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം കേൾക്കുമ്പോൾ അവർ പറയുന്നത് ഇനിയിപ്പോൾ എല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ആശ്രയിക്കേണ്ടി വരുമെന്നുള്ളൊരു പ്രതികരണമൊക്കെയാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഇനിയും ഒരു വില വർധന പ്രതീക്ഷിക്കണോ? നമസ്കാരം. തീർച്ചയായിട്ടും കമ്പനികളുടെ നഷ്ടം പരിഹരിക്കുന്നത് വരെ വില വർധനവ് ഉണ്ടാകുമെന്നാണ് കമ്പനി നമ്മൾക്ക് അറിയിപ്പ് തന്നിരിക്കുന്നത്. അതാണെങ്കിൽ ഇനിയും വില കൂടാനാണ് സാധ്യത. പറഞ്ഞതുപോലെ എല്ലാവരും ഇനി ഒരു ഇലക്ട്രിക് വാഹനങ്ങളിലേക്കൊക്കെ പോകേണ്ട ഒരു അവസ്ഥയാവുമോ? അത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിലാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ സാഹചര്യം ഒഴിവായാൽ വീണ്ടും റിവേഴ്സിൽ പുറകിലോട്ട് വരുമെന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. എത്ര വരെ വില വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് കേന്ദ്രത്തിന് മുന്നിൽ ഈ ഇന്ധന കമ്പനികളൊക്കെ നൽകിയിരിക്കുന്നത്? 30 രൂപയോളം പെർ ലിറ്ററിന് നഷ്ടമെന്നാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് കമ്പനികളുടെ അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. അതനുസരിച്ചാണെങ്കിൽ ഇനിയും വില വർധനവിന് സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഈ വില വർധനയിലൂടെ ഈടാക്കണം എന്നുള്ളതാണല്ലേ? അതെ അതെ. ഇനിയും ഈ പറഞ്ഞതുപോലെ പക്ഷേ ഈ ഒരു മാസത്തിനുള്ളിൽ, ഒരു മാസം തന്നെ വേണ്ട, 2 ആഴ്ചക്കുള്ളിൽ തന്നെയാണ് ഇങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ വില വർദ്ധിപ്പിക്കുന്നത്. അത് ആളുകളെ വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിലാക്കില്ലേ? തീർച്ചയായിട്ടും. ആളുകളെ മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള ഡീലർമാർ ഇതിനകത്ത് കൂടുതൽ വില നൽകേണ്ടി വരുന്നു സാധനങ്ങൾ എടുക്കുവാൻ, ഈ പ്രോഡക്റ്റ് എടുക്കുവാൻ. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഇടുന്ന മൂലധനം എന്ന് പറയുന്നത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു ഡീലർമാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കമ്പനികൾക്കുണ്ടാവുന്ന നഷ്ടം അത് നമുക്കത് മനസ്സിലാവുന്നതാണ്. അവരുടെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു നഷ്ടവും അത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അത് ഈ വില വർധനവല്ലാതെ മറ്റേതെങ്കിലും വഴിയിലൂടെ ആ ഒരു നഷ്ടം നികത്താൻ സാധിക്കുമോ? അത് സാധിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. തീർച്ചയായിട്ടും കൂടുന്നതനുസരിച്ച് കുറയ്ക്കുവാനും സാധ്യതയുണ്ടെന്നാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അറിയിപ്പ്. ഈ യുദ്ധ സാഹചര്യം മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വില കുറയും. ശരി, എന്തായാലും അതിനായി കാത്തിരിക്കാം. ഈ യുദ്ധ സാഹചര്യം എപ്പോൾ അവസാനിക്കുമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇനിയുള്ള സമയങ്ങളിലും ഈ വില വർധന പ്രതീക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. വളരെ നന്ദി ശ്രീ പ്രസാദ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.